നമ്മളുടെ അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും ഒക്കെ താലിമാല പോലും സുരക്ഷിതമല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ് തന്റെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച്. ഈട് റെയ്ഡ് നടത്തുകയും കേസെടുക്കുകയും ചെയ്ത 95% കേസുകളും BJPയുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ്. ഇപ്പോ വയോധികനായ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ കുടിക്കാൻ വെള്ളത്തിനൊരു സ്ട്രോ കിട്ടാതെ പിടഞ്ഞു മരിച്ച തടവറ ഈ രാജ്യത്താണ്. ഒരു തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി നേരിടുക എന്നുള്ളത് BJPയെയും സംഘപരിവാറിനെയും സംബന്ധിച്ച് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരു ജനാധിപത്യ പ്രക്രിയ എന്നുള്ള രീതിയിലല്ല അവർ തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. തങ്ങളുടെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ജനാധിപത്യപരമായ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്കൽ ഭരണാധികാരത്തെ രാഷ്ട്രീയാധികാരത്തെയും സാമൂഹ്യാധികാരത്തെയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായാണ് അവർ തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. തെരഞ്ഞെടുപ്പുകളിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും ജനങ്ങളുടെ സ്വാഭാവികമായ പങ്കാളിത്തത്തെയും അംഗീകരിക്കുകയും ജനങ്ങളെ അതിനെ രാഷ്ട്രീയമായി പ്രാപ്തരാക്കുകയും ചെയ്യുന്ന, വേണമെങ്കിൽ നമ്മൾ ഐഡിയലിസ്റ്റിക് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ആദർശാത്മകമായ ജനാധിപത്യ സമൂഹത്തിലേക്കുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറയാവുന്ന ഒരു പ്രക്രിയ BJPയെ പോലെ സംഘപരിവാറിനെ പോലെ ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയെ സംബന്ധിച്ച് അത് അവർക്ക് ചിന്തിക്കാനാവില്ല. കാരണം ജനങ്ങളെ തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ള ചിന്തിക്കുന്ന ഒരു വിഭാഗമായി കാണുന്നതിനോ കളക്റ്റീവായിട്ടുള്ള ഒരു വില്ലിനെ ജനാധിപത്യപരമായ വില്ലിനെ ഇച്ഛാശക്തി അംഗീകരിക്കുന്നതിനുള്ള ശേഷി സംഘപരിവാറിനില്ല. ഒരു ഫാഷിസ്റ്റ് സംഘടനയ്ക്കും ചരിത്രത്തിൽ അതില്ല. അത് ജനങ്ങളെ തങ്ങളുടെ വെറുപ്പിന്റെ, ഹിംസയുടെ, ഹിംസാധികാരത്തിന്റെ, രാഷ്ട്രീയമായ ഹിംസാധികാരത്തിന്റെ ഒക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രം ജനങ്ങളെ മുഖമില്ലാത്ത വലിയ ആൾക്കൂട്ടങ്ങളും ആക്രോശിക്കുന്ന, ഹിംസയുടെ മാത്രം ഭാഷ മനസ്സിലാക്കുന്ന, മൃഗസമാനമായ രീതിയിലുള്ള ചിന്താശക്തിയും വിവേകവും നഷ്ടപ്പെട്ട, തങ്ങൾക്കൊപ്പം നിൽക്കുന്ന അടിമ മൃഗങ്ങളാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ പദ്ധതി കൂടിയാണ് അത്. ഇതിന്റെ ഭാഗമായാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും തങ്ങളുടേതായിട്ടുള്ള സങ്കുചിതവും ഹിംസാത്മകവുമായിട്ടുള്ള ഒരു അജണ്ട വളരെ പ്രത്യേകമായി ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP ഇറക്കുന്നത്. ഇപ്പൊ 2014 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി 2 തരത്തിലുള്ള പ്രധാനമായി നിരവധിയായിട്ടുള്ള സൂക്ഷ്മമായ നരേറ്റീവുകളും അടിയൊഴുക്കുകളും എല്ലാം ഏത് തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അതൊക്കെ രാഷ്ട്രീയ കക്ഷികളും പ്രത്യേകിച്ചും വളരെ സംഘടിതമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJPയെ പോലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായി നോക്കിയാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2 പ്രധാന നെറേറ്റീവുകളുടെ പശ്ചാത്തലത്തിലാണ്. ഒന്ന്, കടുത്ത അഴിമതി ആരോപണങ്ങളിൽ വലഞ്ഞുപോയ, അഴിമതി ആരോപണങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത തരത്തിൽ കുടുങ്ങിപ്പോയ UPA സർക്കാർ, കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടത്തിലും അവർക്ക് നേരിടെ ആന്റി ഇൻകംബൻസിയിലുമാണ് 2014 തെരഞ്ഞെടുപ്പ് നടന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നുകൂടി നടന്നു. ഒരു വലതുപക്ഷ ധ്രുവീകരണം എന്നതിലുപരിയായി ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഫെർട്ടൈൽ ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ, ഒരു പരീക്ഷണശാല എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിച്ച, ഗുജറാത്തിൽ നിന്നും ഉയർന്നു വന്ന സർവാധികാരിയായ ഒരു ഫാഷിസ്റ്റ് നേതാവിന്റെ കിരീടധാരണത്തിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു 2014 തെരഞ്ഞെടുപ്പ് എന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ നരേറ്റീവുകളിൽ ഒന്നാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന അന്ന് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, സംഘപരിവാറിന്റെ തികഞ്ഞ ഒരു ഫാഷിസ്റ്റ് എന്ന് വിളിക്കാവുന്ന, ഒരു ക്ലിനിക്കൽ ഫാഷിസ്റ്റ് എന്ന് വിളിക്കാവുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് എത്തുന്ന തെരഞ്ഞെടുപ്പിൽ അയാളെ അവതരിപ്പിക്കുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയുടെ, ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഏറ്റവും മൂർത്തവും ഹിംസാത്മകവുമായ എല്ലാ അടയാളങ്ങളും കൈയാളുന്ന ഒരു സംഘപരിവാറിന്റെ കേഡറിനെ കൂടിയാണ്, ഒരു പ്രചാരകനെ കൂടിയാണ് അവർ അവതരിപ്പിച്ചത്. അതിനുകൂടി അവർ നേടിയെടുത്ത ജനസമിതിയായിരുന്നു 2014 തെരഞ്ഞെടുപ്പ്. ആ ജനസമിതിയെ രൂപപ്പെടുത്തിയ ഒരുപാട് മാനിപ്പുലേറ്റഡ് ആൻഡ് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് വലിയൊരു വിഷയമാണ്, മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പലപ്പോഴുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോൾ തമസ്കരിക്കപ്പെടുന്നതുമാണ്.
ആ 2014 തെരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെ നെറേറ്റീവ് അതായിരുന്നു. ആ നെറേറ്റീവിൽ ഉള്ള ആദ്യത്തെ നെറേറ്റീവ് എന്ന് പറയുന്ന ആന്റി ഇൻകംബൻസിയുടെയും അഴിമതി ആരോപണങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഒന്ന്, അത് ഏത് ജനാധിപത്യ പ്രക്രിയയിലും നമുക്ക് കാണാവുന്നതാണ്. നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് ന്യായമായിരിക്കാം, അതിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കാം, അതൊക്കെ. എന്നാൽ ഇന്ത്യയിൽ സംഭവിച്ചത് മാത്രമല്ല, ഇന്ത്യയിൽ സംഭവിച്ചത് അത്തരത്തിലുള്ള ഒന്നിനൊപ്പം അതിനേക്കാൾ ഉപരിയായി തന്നെ നിലനിന്നത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ ഗുജറാത്തിൽ നിന്നും അതിന്റെ നടത്തിപ്പുകാരനും സർവാധികാരിയുമായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് ഇതാ അതേ ഹിംസാത്മകമായ മുദ്രാവാക്യങ്ങളും അതേ വെറുപ്പിന്റെ തീനാളങ്ങളും ആളിക്കത്തിച്ചുകൊണ്ട് ഇതാ വരുന്നു എന്നുള്ള സംഘപരിവാറിന്റെ പ്രചാരണ വണ്ടിയുടെ പിന്നാലെയാണ് ഇന്ത്യ അന്ന് പോയത്. ഇത് നടക്കുമ്പോൾ ഗുജറാത്ത് കലാപത്തിലൂടെ ഈ ഗുജറാത്തിൽ നിരവധിയായ മുസ്ലിങ്ങളെ മുസ്ലിം വംശഹത്യ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു പദ്ധതിയിലൂടെ മുസ്ലിം വംശഹത്യയുടെ ഒരു ചെറിയ രൂപമായിരുന്നു അന്ന് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ആ മുസ്ലിം വംശഹത്യ നടത്തുന്നതിന് തന്റെ ഭരണകൂടത്തിന്റെ താൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ എല്ലാ മൗനാനുവാദങ്ങളും പലപ്പോഴും വളരെ പ്രകടമായ സമ്മതവും ഒത്താശയും ചെയ്തു കൊടുത്ത നരേന്ദ്രമോദി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവതരിപ്പിക്കുകയും തന്റെ ഗുജറാത്ത് കലാപത്തിൽ തന്റെ പങ്കിനെ വളരെ അഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത നരേന്ദ്രമോദിയായിരുന്നു ഈ രണ്ടാം നെറേറ്റീവിലെ നായകൻ എന്ന് പറയുന്നത്. അന്നു മുതൽ ഇന്നുവരെയും അയാളാണ് അവരുടെ നായകൻ. ആ നായകത്വം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ മാപ്പപേക്ഷയില്ലാത്ത, ഒട്ടും അപ്പോളജറ്റിക് അല്ലാത്ത, വളരെ കൃത്യമായ ആക്രമണോത്സുകവും ഹിംസാത്മകവുമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ, മുസ്ലിം വിരോധത്തിന്റെ, പാർശ്വവൽകൃതരോടുള്ള ആക്രമണോത്സുകമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് അത് അവതരിപ്പിച്ചത്. ഇത് 2014. 2019 അതിദേശീയതയുടെയും സങ്കുചിത ദേശീയതവാദത്തിന്റെയും ശത്രു നിർമ്മാണത്തിന്റെയും പുതിയൊരു ഘട്ടവും തലവും അവരുണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് അർബൻ നക്സൽ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ടുക്ഡെ ഗാങ് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്ന നിരവധി ആഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ഒരു നിലവാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളുമായ സ്ഥാപനങ്ങൾക്ക് നേരെ അതെല്ലാം അർബൻ നക്സലുകളുടെയും മാർക്സിസ്റ്റുകളുടെയും ഇടതുപക്ഷക്കാരുടെയും വെറും താവളങ്ങൾ മാത്രമാണെന്നും അവയെ ആക്രമിച്ചു തോൽപ്പിക്കേണ്ടതും അവയെ ഇല്ലാതാക്കേണ്ടതും ദേശാഭിമാനമുള്ള മനുഷ്യരുടെ ചുമതലയാണെന്നുമുള്ള മട്ടിലുള്ള നിരവധിയായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഗോദി മീഡിയയിൽ നിരവധിയായ ദിവസങ്ങളിലുള്ള പ്രചാരണ വാർത്തകൾ ഉണ്ടാകുന്നത്, മാനുഫാക്ചർഡ് ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് നിരവധി മനുഷ്യർ തടവിലാക്കപ്പെടുന്നത്. ഭീമ കൊറേഗാവ് കേസിൽ പോലെ, തുടർന്ന് ഡൽഹി കലാപ കേസുകളിൽ അറസ്റ്റ് ചെയ്ത് അതിനെ തുടർന്ന് സംഭവിച്ചതുപോലെ, അങ്ങനെയല്ല നിരവധിയായ ഇത്തരം സംഭവങ്ങളിലൂടെ അതിദേശീയതയുടെയും സങ്കുചിത ദേശീയതയുടെയും മറ്റൊരു ആഖ്യാനം 2019 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കുകയും വെറുപ്പിന്റെ മറ്റൊരു തലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അതിനൊപ്പം തന്നെ പശുവിറച്ചി കൈവശം കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്നവരെ വസ്ത്രം നോക്കിയാൽ അവരെ തിരിച്ചറിയാം എന്നുള്ള മട്ടിലുള്ള ഏറ്റവും അധമമായ രീതിയിൽ ഇന്ത്യയിലെ മനുഷ്യരെ കുറിച്ച്, തങ്ങളുടെ നിലനിൽപ്പിനെയും അസ്തിത്വത്തെയും തങ്ങളുടെ പൗരത്വത്തെയും കുറിച്ചുള്ള ആശങ്കകളിൽ സമരം ചെയ്യുന്ന സാധാരണ മനുഷ്യരെ കുറിച്ച് അവർ മുസ്ലിങ്ങളാണ് എന്നുള്ള, അവർ വെറുക്കപ്പെടേണ്ടവരാണെന്നും അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നുമുള്ള തന്റെ ഗോൾവാർക്കറുടെയും ഹെഡ്ഗേവാറിന്റെയും സവർക്കറുടെയും ഒക്കെ അത്തരം വിചാരധാരകളുടെ തുടർച്ചയായി തന്റെ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ഏറ്റവും ക്രൂരവും ഏറ്റവും മൂർച്ചയുമുള്ള നഖമനകളും ദംഷ്ട്രകളും ഉപയോഗിച്ചുകൊണ്ട് മോദി തന്റെ നിശബ്ദതകളിലൂടെയും അതിനെ നിശബ്ദതയില്ലാത്ത സമയത്ത് അയാൾ പറയുന്നതെല്ലാം ഇത്തരത്തിലുള്ള വാചകങ്ങളായിരുന്നു. അങ്ങനെ തന്റെ മൗനത്തിലൂടെയും മൗനഭഞ്ജനത്തിലൂടെയും എല്ലാം ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയം 2019 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പാകപ്പെടുത്തിയെടുത്തിരുന്നു. ആ രാഷ്ട്രീയം പാകപ്പെടുത്തിയെടുത്തത് മാത്രമല്ല 2019 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാത്ത വിധത്തിൽ പുൽവാമ ബാൽക്കോട്ട് ആക്രമണവും ആക്രമണം, ഭീകരാക്രമണം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പുൽവാമ ബാൽക്കോട്ട് സംഭവങ്ങൾ നടക്കുകയും അതിന്റെ ഭാഗമായി രാജ്യത്തെമ്പാടും അതുവരെ BJPയും സംഘപരിവാറും വളർത്തിയെടുത്ത പാകിസ്ഥാൻ എന്ന വിദേശ ശത്രു,
പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന ലോകത്താകമാനമുള്ള ഒരു വലിയ ശത്രു. ആ ലോകത്താകമാനമുള്ള വലിയ ശത്രുവിന്റെയും പാകിസ്ഥാന്റെയും അനുഭാവികളായി അവർ ഇന്ത്യയിൽ പ്രതിഷ്ഠിക്കുന്ന ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്ന ആഭ്യന്തര ശത്രു എന്ന് പറയുന്ന ആ ഏതാണ്ടൊരു നൂറ്റാണ്ടായി സംഘപരിവാർ വളർത്തിയെടുത്തു കൊണ്ടുവന്ന ആ ശത്രു നിർമ്മിതിയുടെ പാഠങ്ങൾ വളരെ അനായാസം ഉപയോഗിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2019 തെരഞ്ഞെടുപ്പ് മാറി. 2024 തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ BJPയും സംഘപരിവാറും നേരിടുന്ന ഒരു തരത്തിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് അത് അവരുടെ തോൽവിയിലേക്ക് എത്തിക്കും എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് നമുക്ക് അങ്ങനെ പറയാനാവില്ല. എങ്കിൽ പോലും പല കണക്കൂട്ടലുകളും പല വിശകലനങ്ങളും നമുക്ക് ഇതിൽ നടത്താനാവുമെങ്കിൽ പോലും അത് നമുക്ക് പിന്നീട് ചെയ്യാവും. പക്ഷേ ഇപ്പോ പറയുന്നത് അത്തരത്തിൽ 2019 എത്തുമ്പോൾ 2014 2019 എങ്ങനെയാണോ സംഘപരിവാർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വിധത്തിൽ ആളുകളുടെ സങ്കുചിതമായ വൈകാരികതകളെ ഇളക്കി വിടുകയും ആളുകളിലെ ജനാധിപത്യ ബോധത്തെ വിസ്മൃതിയിലോ ആക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഇത്തരം വിഭാഗീയമായ സാമുദായികമായ മതവർഗീയതയുടെ വിഷവിത്തുകളെ മുളപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത് അത് 2024 എത്തുമ്പോൾ അത്തരത്തിലൊരു ബൃഹദാഖ്യാനം സൃഷ്ടിക്കുന്നത് സംഘപരിവാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത്, രണ്ട് സംഗതികൾ എന്ന് പറയുന്നത്, ഒന്ന് രാമക്ഷേത്ര നിർമ്മാണമാണ്. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അവർ തുടങ്ങിയ ജനുവരി അവസാനത്തോടുകൂടി തുടങ്ങുകയും ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും വലിയ ഗുണഫലങ്ങൾ തങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ള രാഷ്ട്രീയ കണക്കൂട്ടലിലാണ് അവരത് ജനുവരിയിൽ ചെയ്തത്. ഇതൊന്ന്. മറ്റൊന്ന് കാശ്മീരിന്റെ പ്രത്യേകത ആർട്ടിക്കിൾ 370 കാശ്മീരിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത നടപടി ഇത് തങ്ങൾ ഇന്ത്യയുടെ ദേശാഭിമാനത്തിന് വേണ്ടിയും ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടിയും നടത്തുന്ന ഒരു ശ്രമമാണെന്നും ഇത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു വിശാലമായ അഖണ്ഡ ഭാരതം, അതിൽ പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഇന്തോനേഷ്യ വരെയുള്ള ഈ RSSകാരന്റെ ഒരു അഖണ്ഡ ഭാരതത്തിന്റെ ഒരു മാപ്പൊക്കെ ഉണ്ടല്ലോ, ഭൂപടമുണ്ടല്ലോ, അത്തരത്തിലുള്ള അഖണ്ഡ ഭാരത സങ്കല്പത്തിലേക്ക് പോകുന്ന തരത്തിൽ തങ്ങളുടെ ഒരു പുതിയ കീഴടക്കലിന്റെ ഭാഷയും ഒരു സന്ദേശവും കൂടിയായിട്ട് കാശ്മീരിനുള്ള പ്രത്യേകപദവി റദ്ദാക്കുന്നതിലൂടെ ഒരു പുതിയ ആധിപത്യത്തിന്റെ കൊടിനാട്ടുന്ന ചക്രവർത്തിയായിട്ട് കൂടിയാണ് മോദിയെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചത്. ഇങ്ങനെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള രണ്ടാഖ്യാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു പ്രചാരണായുധമാക്കി മാറ്റാം എന്നവർ കരുതി. പക്ഷേ ഭാഗ്യവശാൽ ഒരു മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഷയിൽ നിന്നും നമ്മൾ അതിനെ പറഞ്ഞാൽ ഭാഗ്യവശാൽ ആ ആഖ്യാനം ഇന്ത്യയിൽ വിജയിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. അത് ചലനങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പോ റീസെന്റ് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും നടത്തിയ യാത്രയുടെയും അല്ലെങ്കിൽ ഇടപെടലുകളുടെയും ഒക്കെ ഭാഗമായിട്ട് അത് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ BJP അല്ലെങ്കിൽ സംഘപരിവാർ കരുതുന്ന പോലെ അത്തരത്തിലൊരു അജണ്ട നിർമ്മാണം ഒരു തെരഞ്ഞെടുപ്പിനെ ഒന്നാകെ സ്വാധീനിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അങ്കലാപ്പിൽ നിന്നുകൂടിയാണ് തങ്ങൾക്ക് വളരെ പരിചിതമായ ഈ ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ഫാഷിസ്റ്റ് നേതാവ് പുറത്തെടുക്കുന്നത്. അത് ഈ മുസ്ലിം വിരോധത്തിന്റെയും മുസ്ലിം വെറുപ്പിന്റെയും ഒരു ആയുധമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഏറ്റവും പരിചയമുള്ള ഭാഷയിൽ, അതായത് വിഷം വമിപ്പിക്കുന്ന ഹിന്ദുത്വ വർഗീയതയുടെ ഭാഷയിൽ അയാൾ യാതൊരു തരത്തിലുള്ള മറയുമില്ലാതെ താൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും താൻ ഈ പറയുന്നത് ലോകം ശ്രദ്ധിക്കുമെന്ന് പോലുമുള്ള തോന്നലില്ലാതെ, അങ്ങനെയുള്ള തോന്നലുണ്ടെങ്കിൽ പോലും അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് താൻ എത്രമാത്രം ഭീകരമായ വിധത്തിലാണ് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് എന്ന് ഇന്ത്യയിലെ ഹിന്ദു വോട്ടർമാർ മനസ്സിലാക്കണം എന്നുള്ള മട്ടിലാണ് അയാൾ സംസാരിച്ചത്. അതുകൊണ്ടാണ് അയാൾ പച്ചക്കള്ളം വിളിച്ചു പറയുന്നതും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ മംഗൽസൂത്രം, ഈ താലിമാലയൊക്കെ എടുത്ത് അതൊക്കെ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നുള്ള മട്ടിൽ നമ്മളുടെ അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും ഒക്കെ താലിമാല പോലും സുരക്ഷിതമല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ് തന്റെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ റിസോഴ്സസിൽ
വിഭവങ്ങളിൽ ഈ നാട്ടിലെ പാർശ്വവൽകൃതർക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, ഈ നാട്ടിലെ ഇത് മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് അതിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഗതി അത് മൻമോഹൻ സിംഗ് ആണ് പറഞ്ഞത്. നോക്കൂ, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ, പാർശ്വവൽകൃതരെ എല്ലാം ഈ നാട്ടിലെ വിഭവങ്ങളുടെ മുകളിൽ നിന്നുള്ള അവകാശത്തിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ ഏറ്റവും വലിയ സംഭാവന കൊടുത്ത നിയോ ലിബറലിസത്തിന്റെ ഏറ്റവും അപ്പോസ്തലന്മാരിൽ ഒരാളായ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അത് നമ്മൾ മറക്കേണ്ട കാര്യമില്ല. ആ മൻമോഹൻ സിംഗ് പോലും ലിബറൽ ഡെമോക്രസിയുടെ ഒരു വെൽഫെയർ വാചകമടിയുടെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞതെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്: പാർശ്വവൽകൃതരായിട്ടുള്ള, ഒഴിവാക്കപ്പെട്ട, വികസനത്തിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിന്റെയും ഭൂമികകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മനുഷ്യർക്ക് ഇതിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്ന്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ നിങ്ങൾ കണ്ട ഏറ്റവും പതിതനായ മനുഷ്യൻ അത് എന്ത് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കണം. അങ്ങനെ അയാൾക്ക് എന്ത് ഗുണം ചെയ്യും എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു തീരുമാനത്തിന്റെ ശരിയെയും തെറ്റിനെയും ന്യായത്തെയും നിശ്ചയിക്കേണ്ടത് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഏതാണ്ട് ആ അർത്ഥത്തിൽ ഈ രാജ്യത്തെ വിഭവങ്ങളുടെ മുകളിലുള്ള പ്രാഥമിക അവകാശം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദരിദ്രർക്കും ഇതുവരെയുള്ള വികസനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മനുഷ്യർക്കുമാണ്. മനുഷ്യർ എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ ജീവിക്കുന്നവർക്കാണ്. അത്രയൊന്നും മൻമോഹൻ സിംഗ് പറഞ്ഞില്ല. എങ്കിൽ പോലും അതിൽ അദ്ദേഹം മൈനോറിറ്റീസിനെ കുറിച്ച് കൂടി പറയുന്നു. തീർച്ചയായും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയിലെ മൈനോറിറ്റീസ്, കേരളത്തിലെ ഒരു അവസ്ഥ മറ്റൊന്നാണ്, അത് കേരളത്തിന്റെ പൊതു അവസ്ഥ തന്നെ മറ്റൊന്നാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലേക്ക് മഹാഭൂരിഭാഗം മുസ്ലിങ്ങളും ജീവിക്കുന്നത് അത്തരത്തിലുള്ള രീതിയിലാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പൊതു അഭിപ്രായമാണ് മൻമോഹൻ സിംഗ് അതിൽ പറഞ്ഞത്. അതിനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സൂക്ഷ്മമായി എടുക്കുകയും അത് ഈ രാജ്യത്തെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വർഗീയ വിഷമമിപ്പിക്കുന്ന വാചകമടിയിലേക്ക് വീഴുകയും ചെയ്യുന്നത് ഇതുവരെയായിട്ടും ഇന്ത്യയെ ഹിന്ദുത്വ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ 2024 തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന ഇന്ത്യയെ വിഭജിക്കുന്നതിനുള്ള ഒരു കൃത്യം അജണ്ട, ഒരു കൃത്യം ആഖ്യാനം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിനൊപ്പം മറ്റൊന്നുകൂടിയുണ്ട്. ഇത് ഇങ്ങനെയല്ലാതെ ബി ജെ പി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത്. ബി ജെ പി ഇങ്ങനെയല്ലാതെ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല രാഷ്ട്രീയത്തെ ബി ജെ പി നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ബി ജെ പിയുടെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ RSSന്റെയും പിന്നീട് അതിനൊപ്പം തന്നെ ഹിന്ദു മഹാസഭ, ജനസംഘം, പിന്നീട് ബി ജെ പി, അതിനൊപ്പം ഉണ്ടായ നിരവധിയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘപരിവാറിന് കീഴിൽ വരുന്ന ഈ അംബ്രല ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള വിഭാഗീയ അജണ്ട മാത്രം പ്രവർത്തിപ്പിക്കലാണ്. അങ്ങനെ അതിനെ പാകപ്പെടുത്തിയെടുക്കലാണ് അവർ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമിയെ കുറിച്ച് സംസാരിക്കാത്ത, ഈ നേരത്തെ പറഞ്ഞ പോലെ വിഭവങ്ങളുടെ മുകളിലുള്ള അവകാശം ആർക്കാണ് എന്ന് ചോദിക്കാത്ത, തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ കുറിച്ച് ചോദിക്കാൻ വിസ്മരിക്കുന്ന, എന്തുകൊണ്ട് തങ്ങൾ ജനാധിപത്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരത്തിന്റെ ഉപശാലകളിൽ നിന്നോ അധികാരത്തിന്റെ കേന്ദ്രശാലകളിൽ നിന്നോ തങ്ങൾ ഒഴിവാക്കപ്പെടുന്നു എന്ന് ചോദിക്കാത്ത, അതിനു പകരം മതസാമുദായികതയുടെ പേരിൽ തല്ലുകയും പരസ്പരം ആക്രോശിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് രാമക്ഷേത്രമാകട്ടെ, അതുപോലെ കാശ്മീരിന്റെ പ്രത്യേക പദവിയാകട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ അജണ്ടകളും കാലാകാലങ്ങളിൽ ഒരു 10-15 കൊല്ലം നീറി പിടിപ്പിച്ചുകൊണ്ട് ബി ജെ പിയും സംഘപരിവാറും ഇന്ത്യൻ സമൂഹത്തെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എവിടെ വെച്ച് കൃത്യമായി ഉപയോഗിക്കണമെന്ന് അവർക്കറിയാം. അതാണ് രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി ചെയ്തത്. മറ്റൊന്ന്, വിഭവങ്ങളുടെ അവകാശത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുന്നതിനെ കുറിച്ചൊക്കെ നരേന്ദ്രമോദി പറയുന്നതിലെ വൈരുദ്ധ്യവും തമാശയുമാണ് നമ്മൾ കാണേണ്ടത്. രാജ്യത്തെ സ്വത്ത് വീതിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹിന്ദുക്കളുടെ വോട്ട് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും അതുപോലുള്ള കുറച്ചുകൂടി ക്രോണിക് ക്യാപിറ്റലിസ്റ്റിനും വീതിച്ചു കൊടുക്കുകയാണ് ഈ മോദിയുടെ സർക്കാർ ചെയ്ത്. രാജ്യത്തെ തുറമുഖങ്ങൾ, രാജ്യത്തെ വിമാനത്താവളങ്ങൾ, രാജ്യത്തെ കൽക്കരി ഖനികൾ, നിരവധിയായ ഖനിജങ്ങൾ, അതിന്റെ മുകളിലുള്ള അവകാശങ്ങൾ, രാജ്യത്തെ ഏറ്റവും വലിയ ചേരി പൊളിച്ചുകൊണ്ട് ധനികർക്കായിട്ടുള്ള കെട്ടിടം പണിയാനുള്ള അവകാശം വരെ
അദാനിക്ക് വീതിച്ചു കൊടുക്കുകയും ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർ കോവിഡ് എന്ന മഹാമാരി വന്ന് ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം മനുഷ്യരുടെയും സമ്പത്ത് ഇടിഞ്ഞു താഴുകയും ചെയ്തപ്പോൾ ലോകത്തൊരു വലിയ സമ്പന്നരുടെ പട്ടികയിലേക്ക് കുതിച്ചു കയറുകയായിരുന്നു ആ കാലയളവിൽ ഈ ഗൗതം അദാനിയും അദാനി ഗ്രൂപ്പും. അതായത് ഓരോ സന്ദർഭത്തിലും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി ഈ രാജ്യത്തെ സമ്പത്ത് വീതം വെച്ചു കൊടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതിന് ആവശ്യമായ പരിപാടികളും സാമ്പത്തിക പരിപാടികളും ഉണ്ടാക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കുമെന്ന്. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യം എല്ലാ കാലത്തും അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ട് അത് വളരെ ദുർബലമായ അവസ്ഥയിലാണ്. അതൊരിക്കലും ജനങ്ങൾക്ക് 5 കൊല്ലം കൂടുമ്പോൾ വോട്ടുകുത്തി യന്ത്രങ്ങളായി അവിടെ ചെന്ന് വോട്ട് ചെയ്യുകയും തിരിച്ച് അടുത്ത 5 വർഷത്തിന് ശേഷം വോട്ട് ചെയ്യാനുള്ള ഒരു കാലത്തിനായി കാത്തിരിക്കുകയുമല്ലാതെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾ അതിൽ പങ്കെടുക്കണം. ഈ ജനാധിപത്യത്തിന് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഒരു പ്രക്രിയ മാത്രമാണ്. അത് ജനാധിപത്യം എന്ന തുടർ പ്രക്രിയയിൽ ഒരു കണ്ണി മാത്രമാണ് തെരഞ്ഞെടുപ്പ്. നമ്മളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പോടുകൂടി വോട്ടെടുപ്പോടുകൂടി ഒരു പൗരന്റെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അവിടെ അവസാനിക്കുകയും അയാൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥ വരികയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെയും പൗരാധികാരത്തെയും പൗരാവകാശത്തെയും എല്ലാം ഇല്ലാതാക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അത് നിലവിലുള്ള ദൗർബല്യത്തെ അത് രൂക്ഷമാക്കുക മാത്രമല്ല, ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പനത്തെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള വിജയത്തോടു കൂടി എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പരോക്ഷമായി. അങ്ങനെയാണ് 1 നേഷൻ 1 ഇലക്ഷൻ 1 ലീഡർ 1 എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു തലത്തിലേക്ക് ഇന്ത്യയുടെ ഫെഡറൽ സങ്കല്പത്തെ പോലും തകർത്തുകൊണ്ടവർ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു വിഭാഗീയ അജണ്ടയിലൂടെ ജയിച്ചു കയറുക എന്നുള്ളതും ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും, അങ്ങനെ 3/2 ഭൂരിപക്ഷം പാർലമെന്റിൽ ഉണ്ടാകും, അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ഭരണഘടനയിൽ പറയുന്ന വഴിയിലൂടെ തന്നെ മാറ്റി എഴുതാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പൊളിക്കാവുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ അധികാര വ്യവസ്ഥയായിട്ട് തങ്ങൾ മാറാൻ പോവുകയാണെന്നുള്ള ആത്മവിശ്വാസത്തെക്കാൾ ഉപരിയായിട്ടൊരു പ്രചാരണ ആയുധം അവർ പ്രയോഗിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആരാണ് ചോദ്യം ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണം, ഈ രാജ്യത്തെ പൗരാവകാശ സംഘടനകൾ ചോദ്യം ചെയ്യണം, ഈ രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രതിപക്ഷ സംഘങ്ങൾ ചോദ്യം ചെയ്യണം, പൗരസമൂഹം അതിനെ ചോദ്യം ചെയ്യണം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് അതിന് വേണ്ടത്ര രീതിയിൽ സംഭവിക്കാത്തത്? ഇതിനെയെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അതിനു മുമ്പ് വളരെ റോസി പിക്ചർ ആയിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ ഇതിനെയെല്ലാം തീവ്രമായി അടിച്ചമർത്തുകയും തടവിലടക്കുകയും ഒപ്രസ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സർക്കാരിന് തികച്ചും വിധേയമായൊരു മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയാധികാരത്തിന് മുമ്പിൽ കുമ്പിട്ട് നിന്ന് കുമ്മിയടിക്കുന്ന ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമ പൂർണ്ണമായും കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ള അദാനിയുടെയും അംബാനിയുടെയും അടക്കമുള്ള കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിൽ ഒരു മാധ്യമ സംഘത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യവും ഉയരുന്നില്ല. ഈ രാജ്യത്തെ ഈ ഒരു ചെക്ക് ആൻഡ് ബാലൻസിന് വേണ്ടി, ജനാധിപത്യത്തിന്റെ നടത്തിപ്പിന്റെ ചെക്ക് ആൻഡ് ബാലൻസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ കോടതിയും ഇലക്ഷൻ കമ്മീഷനും അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഈ സർക്കാർ എന്നുള്ളതിലുപരി സംഘപരിവാറിന്റെ ഫാഷിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതി അതിനെയെല്ലാം വളച്ചൊടിക്കുകയും അതിനെ തങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണുന്നത്. ബൻസ്വാഡയിലെ പ്രസംഗം കഴിഞ്ഞ് ഇത്ര ദിവസമായി ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അനങ്ങിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. മോദി ഇതിനു മുമ്പും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിനല്ലാതെയും. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയുടെ ഹേറ്റ് സ്പീച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പത്രം തന്നെ അടിച്ചിറക്കാനുള്ളതുണ്ട്. അത്രയ്ക്ക് ഹേറ്റ് സ്പീച്ച് നടത്തിയ ഒരാളാണ്. ഗുജറാത്ത് കലാപത്തിലെ സർവവും നഷ്ടപ്പെട്ട അഭയാർത്ഥികളായിട്ട് ക്യാമ്പുകളിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ അയാൾ പറഞ്ഞത് ഇത് കുട്ടികളെ പെറ്റുകൂട്ടുന്നതിനുള്ള ഫാക്ടറികളാണ് എന്ന് പറഞ്ഞയാളാണ് നരേന്ദ്രമോദി.
നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇത് ഒരു വലതുപക്ഷ ഫാഷിസ്റ്റ് ഒരു ജനസൈഡിനെ വിചാരണ ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു കുറ്റവാളി നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അങ്ങനെ പറയാമോ എന്നാണ് ചോദ്യമെങ്കിൽ, ഒരു പ്രധാനമന്ത്രി അത്തരത്തിൽ മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ഒരു സംഘത്തിന്റെ തലവനാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം. ചരിത്രത്തിൽ അത്തരം ഘട്ടങ്ങളിൽ നിശബ്ദത പാലിച്ച ഹിറ്റ്ലർ ജർമ്മനിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവായതുകൊണ്ട് ഹിറ്റ്ലർക്കെതിരെ പറയുന്നൊന്ന് മയപ്പെടുത്തി പറയാമെന്ന് പറഞ്ഞവരാണ് നാസികളെ അവിടെ സാധ്യമാക്കിയത്, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സാധ്യമാക്കിയത്. പുകപ്പുരകളിൽ മരിച്ചുപോയ കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണങ്ങൾക്ക് ഉത്തരവാദി അന്നത്തെ നിശബ്ദരായ മനുഷ്യർ കൂടിയായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് നരേന്ദ്രമോദി ഇത് തന്നെയാണ് പറയുക. ഗുജറാത്ത് കലാപത്തിന്റെ ചോരക്കറ പുരണ്ട കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിന് ഉത്തരവാദി ഞാനാണ് എന്നും സ്വാഭിമാനമാണ് ഞാനത് നടത്തിയത് എന്നും നിങ്ങൾക്ക് കൂടി വേണ്ടിയും ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞാനത് നടത്തിയതെന്നും പറഞ്ഞുകൊണ്ടാണ് മോദി വോട്ട് പിടിച്ചത്. അങ്ങനെ വോട്ട് പിടിച്ച മോദി അയാൾ മൂന്നാം വട്ടം അധികാരത്തിലേറുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് നടത്തുക എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അത് പറയുന്നതിന് മാധ്യമങ്ങൾ തയ്യാറാവാത്ത ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ NDTV അദാനി ഏറ്റെടുക്കുന്ന പോലെ എല്ലാ മാധ്യമങ്ങളെയും ഒന്നുകിൽ ഭീഷണി കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം കൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക അധികാരം കൊണ്ട് കോർപ്പറേറ്റുകളും ഫാഷിസ്റ്റുകളും ചേർന്ന് ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊപ്പം തന്നെ എന്തുകൊണ്ടാണ് പൗരാവകാശ സംഘടനകൾ മിണ്ടാത്തത്? നിരവധിയായ പൗരാവകാശ സംഘടനകളെയും സർക്കാരേതര സന്നദ്ധ സംഘടനകളെയും എല്ലാം നിയമത്തിലെ ഓരോ വഴികളും ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയും മനുഷ്യാവകാശ പ്രവർത്തകരെയും പൗരാവകാശ പ്രവർത്തകരെയും ഭീമ കോരേഗാവ് കേസിൽ നമ്മൾ കണ്ടപോലെ തടവിലടക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. നൂറുകണക്കിന് മനുഷ്യരാണ് UAPA ചുമത്തപ്പെട്ട് സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ തടവിൽ കിടക്കുന്നത്. വയോധികനായ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ കുടിക്കാൻ വെള്ളത്തിനൊരു സ്ട്രോ കിട്ടാതെ പിടഞ്ഞു മരിച്ച തടവറ ഈ രാജ്യത്താണ്. ഇവിടെ ജനാധിപത്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഒരു കോമാളിത്ത അവകാശം മാത്രമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഷോമാസൻ 6 വർഷത്തിന് ശേഷം പ്രൊഫസർ ഷോമാസൻ ഭീമ കൊറേഗാവ് കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അതിനു മുമ്പ് ആനന്ദ് തെൽത്തുംഡയെ പോലൊരാൾ, ഗൗതം നൗഖാലയെ പോലൊരാൾ, എത്രയോ മനുഷ്യരെയാണ് ഇത്തരത്തിൽ തടവിലിടുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ പൗരാവകാശ മുന്നേറ്റങ്ങളെയും, അതായത് ഒരു ഭരണാധികാരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘത്തിന്റെയും, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യങ്ങളുടെയോ സംഘങ്ങളുടെയോ ഭാഗമാകാത്ത എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും നിങ്ങൾ ടുക്ഡേ ഗാങ് എന്ന് പറഞ്ഞുകൊണ്ട്, അർബൻ നക്സലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലടക്കുകയും തടവിലടക്കുകയും വേട്ടയാടുകയുമാണ് ചെയ്തത്. നമ്മൾ ബൻസ്വാഡ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ വാചകങ്ങളിൽ അയാൾ ഒഴിവാക്കാത്ത വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഉണ്ടായാൽ, കോൺഗ്രസിനെ മാത്രമല്ല ആക്രമിക്കുന്നത്, അതിനിടയിലും നരേന്ദ്രമോദി അർബൻ നക്സൽ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ, നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ അർബൻ നക്സൽ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? അരവിന്ദ് കെജ്രിവാൾ വാസ്തവത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് സെയിം കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് വോട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് വേറൊരു കാര്യം. BJPക്ക് വോട്ട് ചെയ്യുന്ന മധ്യവർഗത്തിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും അതുപോലെ തന്നെ എലീറ്റിന്റെയും ഒക്കെ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ആണ്. ഒരു പക്ഷേ BJPയുടെ കടുത്ത ഹിന്ദുത്വ വർഗീയതയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതേ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ അതേ ഭാഷയിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംഘമായിട്ടാണ് BJP ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് അവർ ആം ആദ്മി പാർട്ടിയെ അതിഭയങ്കരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത് അർബൻ നക്സൽ എന്ന് അവർക്ക് വിളിക്കാൻ കഴിയില്ല. അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്നതിലൂടെ BJP നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ഈ രാജ്യത്ത് വ്യവസ്ഥയ്ക്കെതിരായിട്ടുയരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് തങ്ങളുടെ കേവലം തെരഞ്ഞെടുപ്പ് എതിരാളികളെ ഒതുക്കുന്നതിന് മാത്രമല്ല, വ്യവസ്ഥയ്ക്കെതിരെ ഉയരുന്ന നിയോ ലിബറൽ അറ്റാക്കുകൾക്കെതിരെ ഉയരുന്ന പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെ ഉയരുന്ന ജനാധിപത്യത്തിന്റെ ഗളച്ഛേദത്തിനെതിരെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളെയും ഇല്ലാതാക്കുന്നതിനാണ് അർബൻ നക്സൽ എന്നുള്ള വാക്ക് നരേന്ദ്രമോദി ഒരിക്കലും മറക്കാതെ കൊണ്ടു നടക്കുന്നത്. കോൺഗ്രസ് എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കക്ഷി എതിരാളികളെ കുറിച്ച് മാത്രമല്ല കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണ് പൗരാവകാശ സംഘങ്ങളെയും രാഷ്ട്രീയ സംഘങ്ങളെയും അവർ ഇല്ലാതാക്കുന്നത്. ഇനി
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ എതിരാളികൾ, മുഖ്യധാര രാഷ്ട്രീയ എതിരാളികളെ തന്നെ നോക്കൂ. ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും അതുപോലുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തടവിലാണ്. ഇന്ത്യയിൽ അഴിമതിക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് നമുക്കറിയാം. എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അഴിമതി എന്ന് പറയുന്നത് സാർവത്രികമായി ഇന്ത്യയുടെ രാഷ്ട്രീയാധികാര വ്യവസ്ഥയിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈഡ് റെയ്ഡ് നടത്തുകയും കേസെടുക്കുകയും ചെയ്ത 95% കേസുകളും BJPയുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ്. ഇപ്പോ ഇവരാരെങ്കിലും BJPയിൽ ചേർന്നാലോ? നമ്മൾ നിരവധി തവണ നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും അറിയുന്നതായി അരവിന്ദ് കെജ്രിവാളിനെതിരെ മാപ്പുസാക്ഷിയായ ആളുടെ അയാളുടെ അച്ഛനാണ് പോയി NDA സ്ഥാനാർത്ഥിയാകുന്നത്. ഇതുപോലെ നിരവധി ആളുകൾ TMCയിൽ നിന്നും BJPയിൽ ചേരുന്നതോടുകൂടി ആണ് BJP ഇങ്ങനെ അഴിമതിക്കാരെ കൃത്യമായിട്ട് ഇവർ ആരോപിക്കുന്ന അഴിമതിക്കാരെ വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനായി മാറി എന്ന് പറയുന്നത് വെറുതെയല്ല. ഇത് ED കേസുകളായാലും CBI കേസുകളായാലും ഒക്കെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ്. ഇതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയായി മാറുന്നു എന്നുള്ളത് ലോകത്തെമ്പാടും ഉറപ്പിക്കുകയും പഠനങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു സമഗ്രാധിപത്യ ഭരണകൂടം എന്ന് പറയുന്ന സംഭവ്യമായ ഒരു കാര്യമല്ല. എന്ത് തരം തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പ്രീ സെഷൻ പീരിയഡ് എന്നൊക്കെ പറയുന്ന സെഷൻ പീരിയഡ്, പോസ്റ്റ് സെഷൻ പീരിയഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുകയാണെങ്കിൽ ശേഷന് മുമ്പുള്ള ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ റിഗ്ഗിങ്ങും ബൂത്ത് ക്യാപ്ചറിങ്ങും ഒക്കെ വളരെ സാധാരണമായ ഒരു സംഗതിയായിട്ടായിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാവുക എന്നാണ് BJP തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ BJP അട്ടിമറിക്കുന്നത് ബൂത്ത് പിടിച്ചെടുത്തിട്ടല്ല, ബൂത്തിലേക്ക് പോകുന്ന മനുഷ്യരെ പിടിച്ചെടുത്തിട്ടാണ്. അത് പിടിച്ചെടുക്കുന്നത് പ്രചാരണത്തിലൂടെ മാത്രമല്ല, അങ്ങനെ പോകുന്ന മനുഷ്യരോട് എന്ത് രാഷ്ട്രീയം സംസാരിക്കണം ഈ രാജ്യത്ത് എന്നുള്ളത് കൂടി തീരുമാനിക്കുന്നത് BJP ആകുമ്പോഴാണ്. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കണമോ എന്ന് തീരുമാനിക്കുന്നത് BJPയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് എന്ന് വന്നാൽ അത് അവിടെ വെച്ച് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിത്തറ തകർക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ഞാൻ പങ്കെടുക്കാൻ പോകുന്ന ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന് ആ ടെലിവിഷൻ ചാനൽ പറയുകയും അതിനുശേഷം BJPയുടെ ഓഫീസിൽ നിന്നും അവർ വിളിച്ചു പറയുകയാണ്, ഇയാൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നടന്ന സംഭവമാണ് പറയുന്നത്, ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ BJP പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ചാനൽ ചെയ്യേണ്ടത് എന്താണ്? എഡിറ്റോറിയൽ ബോർഡിന്റെയും ചാനലിന്റെ എഡിറ്റോറിയൽ തീരുമാനങ്ങളുടെയും മുകളിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കമ്മിറ്റി കൂടി അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ അത് അംഗീകരിക്കില്ല എന്ന് പറയുന്നതിന് പകരം കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലെഴുതുന്ന മാതിരി എന്നാൽ പിന്നെ ഇയാളെ ഒഴിവാക്കിയേക്കാമെന്ന് എന്നെ വിളിച്ചു പറയുകയാണ് അവർ ചെയ്തത്. ഇത് വ്യക്തിപരമായ ഒരു ചാനൽ ചർച്ചയിൽ മുഖം കാണിക്കുന്നതിനുള്ള ആർത്തിയുടെ ഭാഗമായിട്ടല്ലല്ലോ നമ്മൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയം പറയാനാണ്. അത് BJPക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞാൽ, നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചാൽ കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒന്നല്ല. കേരളത്തിലെ മഹാഭൂരിഭാഗം ചാനലുകളിൽ നിന്നും അങ്ങനെയാണ് മനുഷ്യർ ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഇത് കേരളത്തിൽ ഇതൊരു അൺറിട്ടൺ സെൻസറിങ് ആണ്. ഇത് സെൽഫ് സെൻസറിങ് പോലെ ചാനലുകൾ നടത്തുന്നതാണ്. ഇത് എന്റെ കാര്യത്തിൽ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലും മറ്റെല്ലായിടത്തും മാധ്യമങ്ങളിൽ നടക്കുന്നത് വളരെ കൃത്യമായി BJPയെയോ നരേന്ദ്രമോദിയെയോ സംഘപരിവാറിനെയോ കുറിച്ചുള്ള എല്ലാ വാർത്തകളും കൊടുക്കാതിരിക്കുക എന്നും, പോസിറ്റീവ് വാർത്തകൾ മാത്രം കൊടുക്കുക, മറ്റു വാർത്തകൾ തൊടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ കാണാം. ഇപ്പൊ ഈ ബൻസ്വാഡ പ്രസംഗം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഘപരിവാർ നേതാവുമായ നരേന്ദ്രമോദി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ അയാളുടെ ബൻസ്വാഡ പ്രസംഗത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്ത എത്ര മാധ്യമങ്ങളുണ്ട് ഈ രാജ്യത്ത്? വളരെ വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞത്. വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ്? അത് ഭയം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയുടെ അഭിപ്രായ മണ്ഡലത്തിൽ വലതുപക്ഷ അഭിപ്രായ ധാര നേടിയ ഒരു വിജയം കൂടിയാണ് അത് ആളുകളെ ഭയപ്പെടുത്തുന്നതിലൂടെ മാത്രമല്ല, എല്ലാ അധികാര മണ്ഡലങ്ങളിലും തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരെയും തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയും കയറ്റിയിരുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗം കൂടി.